ഹലോ ഫ്രണ്ട്സ്, അപ്പോ നമ്മളെ കുറച്ച് കാലമായിട്ട് നമ്മളെ എസ് നമ്മൾ ഞെട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണല്ലേ. കൃത്യമായിട്ട് സൈക്കിളും ടെൻഡേറ്റീവ് എക്സാം ഷെഡ്യൂൾ ഒക്കെ തന്നിട്ട് കൃത്യമായിട്ട് എന്താ ഇയർലി റിക്രൂട്ട്മെന്റ് എന്നുള്ള ഇതില്ല. അപ്പോൾ RRB നമ്മൾ എന്താ ഞെട്ടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അതായത് നമ്മൾ ഇന്നത്തെ കണ്ടന്റ് എക്സാം ഡേറ്റ് തന്നെയാണ്, എക്സാം ആ ഒരു ടൈമിൽ തന്നെയാണ്. അത് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോഴെന്താ RRBയുടെ കേസിൽ നോട്ടിഫിക്കേഷൻ 20 തൊട്ട് വരുന്നു പറഞ്ഞു. 20 തൊട്ട് തന്നെ വന്നു അല്ലേ. നമ്മളാരും പെട്ടെന്ന് പറഞ്ഞിട്ട് വരുവാണ്, ഒരു ഷോർട്ട് നോട്ടീസ് ഇറക്കുവാണ്, 20 നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്നിട്ട് എന്താ റെയിൽവേ കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ഇറക്കി അല്ല. റെയിൽവേയുടെ ചരിത്രത്തിൽ അങ്ങനെ ഉണ്ടായില്ല. റെയിൽവേ എന്താ നോട്ടിഫിക്കേഷൻ ഇറക്കി, 20 നോട്ടിഫിക്കേഷൻ ഇറക്കി. എന്നിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ പറഞ്ഞു, 20 തൊട്ട് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. ഇപ്പൊ എന്താ വീണ്ടും നമ്മൾ ഞെട്ടിച്ചിരിക്കുകയാണ് എക്സാം ഡേറ്റിന്റെ കാര്യം. അതിന് മുന്നേ ഒരു വേക്കൻസി നേരത്തെ 5000 സംതിങ് ഉള്ള വേക്കൻസിനെ വെച്ച് നിങ്ങൾ എന്താ ഞെട്ടിയിട്ടുണ്ടാവും. പക്ഷെ വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യാതെ. കാരണം എന്താ വെച്ചാൽ വേക്കൻസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പം പറഞ്ഞ ക്ലീഷ ഡയലോഗ്, നിങ്ങൾക്ക് എന്താ ഒരു വേക്കൻസി നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പൊ വേക്കൻസിനെ നോക്കിയിട്ട് നിങ്ങൾ ഒരിക്കലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഒരു വേക്കൻസി ഒരു വേക്കൻസി മാത്രം നിങ്ങൾക്ക് മതിയാവും. ഓക്കെ, മറ്റേ വേക്കൻസി ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് പ്രിപ്പയർ ചെയ്യാണ്ട് നിൽക്കാത്ത. ഓക്കെ, അതുമല്ലാണ്ട് ഇപ്പോഴെന്താ വീണ്ടും എക്സാം ഡേറ്റ് വന്നിട്ടുണ്ട്. അതുമല്ല, ഇതെന്താ ഈ ഒരു റിക്രൂട്ട്മെന്റ് പ്രോസസ് എന്താ ഇയർലി റിക്രൂട്ട്മെന്റ് പ്രോസസ് ആക്കാൻ വേണ്ടി പോവാണ് റെയിൽവേയുടെ SSC പോലെ അല്ലെ. അപ്പൊ അതിന്റെ ഒരു കാര്യം എന്താ ഈ ഒരു ഷോർട്ട് നോട്ടീസിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോ നിങ്ങൾക്കറിയാം 19 ലാസ്റ്റ് ഡേറ്റ്. അതിന് മുന്നേ തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. കാരണം വെച്ചാൽ ലാസ്റ്റ് മിനിറ്റ് ആകുമ്പോൾ എന്താ റഷും ലാഗ് ഒക്കെ ഉണ്ടാവും. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്താ 19 അതിന് മുന്നേ February 1st അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോ CBT 1 ടെന്റേറ്റീവ് ഷെഡ്യൂൾ പറഞ്ഞാൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസമാണ്. ഓക്കെ, മെയ് മാസം ഇലക്ഷൻ. അപ്പൊ ജൂൺ ജൂലൈ മാസം തന്നെ എന്തായാലും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, ഓഗസ്റ്റിലേക്ക് പോവില്ല. ഓഗസ്റ്റ് മാസം എന്നിട്ട് എന്താ അതിന്റെ എന്താ പറയുക ആൻസർ കീ ചലഞ്ച് ചെയ്യാനും അതേപോലെ ഒക്കെ ആയിട്ട് റിസൾട്ട് ഒക്കെ എന്താ പറയുക CBT 1 റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ടാവും. ഓഗസ്റ്റ് മാസം തന്നെ ആയിരിക്കും. എന്നിട്ട് സെപ്റ്റംബറിൽ എന്താ അതിന്റെ സെക്കൻഡ് സ്റ്റേജ് എന്താ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. സെക്കൻഡ് സ്റ്റേജ് CBT 2 എന്താ സെപ്റ്റംബറിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞ് CBIT എന്താ നവംബറിൽ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതായത് ഷോർട്ട് ലിസ്റ്റും ഡോക്യുമെന്റ് വെരിഫിക്കേഷന്റെ കാര്യങ്ങളൊക്കെ എന്താ പിന്നെ റിലീസ് ചെയ്യുന്നുണ്ടാവും. പിന്നെ അതിൽ ഏറ്റവും അവസാനം കൊടുത്തിരിക്കുന്ന നോട്ടാണ് ദ സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെന്റ് നോട്ടിഫിക്കേഷൻ ഫോർ ദ നെക്സ്റ്റ് സൈക്കിൾ ഓഫ് റിക്രൂട്ട്മെന്റ് ടു ദി പോസ്റ്റ് ഓഫ് ALP ഈസ് പ്രൊവിഷണലി പ്ലാൻഡ് ഫോർ ഇഷ്യൂ ഇൻ January 2025. അതായത് ഒരു ഇയർലി പ്രോസസ് പോലെയാണ് റെയിൽവേ ഇതിനെ നോക്കി കാണുന്നത്. ഓക്കെ, അപ്പോ ഈ ഒരു വർഷത്തെ ടെന്റേറ്റീവ് ടൈം ലൈനാണ് ഇപ്പം ALPന്റെ കേസിലുള്ള ടെന്റേറ്റീവ് ടൈം ലൈനാണ് ഇപ്പൊ RRB പുറത്തിറക്കിയിട്ടുള്ളത്. അതായത് ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം CBT 1, മോസ്റ്റ് പ്രോബബ്ലി ജൂൺ ജൂലൈ. സെക്കൻഡ് സ്റ്റേജ് എന്തായിരിക്കും സെപ്റ്റംബറിൽ തന്നെ കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. കാരണം വെച്ചാൽ ഇയർലി പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ വന്നിട്ട് ആ ഒരു വേക്കൻസി ഒക്കെ ഫില്ല് ചെയ്യണ്ട. എന്നാലും മാത്രമല്ല ജനുവരിയിൽ അടുത്ത ഒരു നെക്സ്റ്റ് സൈക്കിൾ എന്താ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അതിന് മുന്നേ തന്നെ ഡിസംബറോട് തമ്മിൽ തന്നെ 2024 ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ഓക്കെ, അപ്പോ ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. അപ്പൊ എല്ലാവരും എന്താ മാക്സിമം എഫേർട്ട് എടുക്കുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ഇനിയും ഡേറ്റ് വന്നിട്ടില്ല, ഡേറ്റ് വന്നിട്ടില്ല പറഞ്ഞാൽ ഇപ്പൊ ഡേറ്റും വന്നു അല്ലെ. സോ എല്ലാവരും പറയുന്നത് നോട്ടിഫിക്കേഷൻ വരും, നോട്ടിഫിക്കേഷൻ വരും. നോട്ടിഫിക്കേഷൻ വന്നാൽ പറയും എക്സാം ഡേറ്റ് ആട്ടെ, എക്സാം ഡേറ്റ് ആട്ടെ. ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നു, എക്സാം ഡേറ്റ് വന്നു, എല്ലാം വന്നു. അപ്പൊ ഒരു ജനുവരി ഇപ്പൊ പോയി, ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ്, ഒരു 4 മാസം മാത്രമേ നിങ്ങളുടെ മുമ്പിലുള്ളൂ. നന്നായിട്ട് എഫേർട്ട് എടുക്കുക, മാക്സിമം എഫേർട്ട് എടുക്കുക, എല്ലാത്തിനും പോസിറ്റീവായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതിലൂടെ നമുക്കിവിടെ വൈൻഡ് അപ്പ്. ഓക്കെ, താങ്ക് യു.